തിരുവനന്തപുരത്ത് വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. തലച്ചോറിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. അതേസമയം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ റെയിൽവേ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. സുരേഷ് കുമാറിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ഇപ്പോൾ നീക്കം. പ്രതിക്കൊപ്പം ട്രെയിനിലുണ്ടായിരുന്ന സുഹൃത്ത് ലാലുവിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഹരിമോഹൻ. നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ ആദ്യം അറിയേണ്ടത് ശ്രീകുട്ടിയുടെ നില എങ്ങനെയാണ്? ഏറ്റവും ഒടുവിൽ നമ്മൾ ഡോക്ടർമാരുമായി സംസാരിക്കുന്ന സമയത്ത് അപകടനില ക്രിട്ടിക്കലായ ഒരു സാഹചര്യം കടന്നിട്ടുണ്ടോ ശ്രീകുട്ടി? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ശ്രീകുട്ടി തുടരുകയാണ്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരവും. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റമൊന്നുമില്ല എന്നുകൂടി അറിയുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന തെളിവെടുപ്പ് നടത്തുക, പരമാവധി വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് പ്രതി സുരേഷ് കുമാറിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് റെയിൽവേ പോലീസ് തയ്യാറെടുക്കുന്നത്. അങ്ങനെ ലഭിച്ച് ഉടൻ തന്നെ ഈ മേൽപ്പാലത്തിന് സമീപം, അതായത് ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുന്ന സ്ഥലത്തെത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പെട്ടെന്ന് തെളിവെടുപ്പ് നടത്തിക്കൊണ്ട് കുറ്റപത്രം അതിവേഗത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. കാരണം ഇയാൾക്കെതിരെ കൃത്യമായ മൊഴികളും സാഹചര്യ തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് CCTV ദൃശ്യങ്ങൾ ഇന്നലെ പോലീസിൽ ലഭിച്ചിരുന്നു. RPF ആണ് ഈ കേരള എക്സ്പ്രസിലെ കമ്പാർട്ട്മെന്റുകളിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം അത് റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുള്ളത്. അതിൽ ശ്രീകുട്ടിയെ വാതിൽപ്പടിയിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിടുന്നതും ഒപ്പം കൂട്ടുകാരി ആക്രമിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളായ ആളുകളുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ, ഓക്കെ താങ്ക് യു. എന്തായാലും അത് ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ നടത്തിയ അന്വേഷണത്തിലും പല തീവണ്ടികളിലും പല ട്രെയിനുകളിലും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ല, പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റുകളിലേക്ക്. TT തന്നെ ജനറൽ കമ്പാർട്ട്മെന്റുകളിലേക്ക് വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഫൈനിടാൻ വേണ്ടി വരുന്ന TT സ്ക്വാഡ് വരെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാം. പക്ഷേ ഇവരാരും യാത്രക്കാരുടെ സുരക്ഷയിൽ ഒരു കരുതലും എടുക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ നടത്തിയ അന്വേഷണത്തിലും വ്യക്തമായതാണ്. ഞങ്ങളുടെ അന്വേഷണവും തുടരുന്നുണ്ട്. RPF ഒന്നും പൊടി പോലുമില്ല ചില തീവണ്ടികളിൽ കണ്ടുപിടിക്കാൻ.